Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, class start ചെയ്യാട്ടോ. Good morning, ma'am. Okay, അപ്പൊ നമ്മള് റേഡിയോളജി എന്നുള്ള ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരുന്നത്. Then നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പൊ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു. Then ഇനി നമ്മൾ അടുത്തത് എടുക്കാനുള്ളത് ലൊക്കേഷൻ ആണ്. എവിടെയാണ് റേഡിയോളജി ചെയ്യുന്നതിന്റെ ലൊക്കേഷൻ കേട്ടോ. നോക്കാം, റേഡിയോളജി ലൊക്കേഷൻ നോക്കാം. എവിടെയാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ട്. ഓക്കെ, എവിടെയാണ് കണ്ടിരിക്കുന്നത്? ഏത് ഫ്ലോറിലായിരിക്കും? ഏകദേശം ഗ്രൗണ്ടിലാണ്. ഓക്കെ, എല്ലാവരും ഗ്രൗണ്ടിൽ തന്നെയാണോ? ഓക്കെ, അപ്പോ റേഡിയേഷൻ മീൻസ് കുറച്ച് ആവശ്യത്തിനായിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഇരിക്കും. അതുകൊണ്ട് തന്നെ അത് കൂടുതലും ഗ്രൗണ്ട് ഫ്ലോറിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കാം, ലൊക്കേഷൻ ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ, താഴത്തെ നിലയിലാണ് അനുയോജ്യമായിട്ടുള്ളത് അല്ലെ, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. മീൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള പേഷ്യൻസുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എമർജൻസിക്കൊക്കെ ആയിട്ട് വരുമ്പോഴാണ് കൂടുതലും നമ്മള് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ആക്കുന്നത്. അപ്പൊ പേഷ്യൻസിനായാലും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. Then second point നോക്കാം, the ground floor is the optimal location for sophisticated equipment like CT and MRI scanners. CT സ്കാനും അതുപോലെ തന്നെ MRI ഉപകരണങ്ങൾക്ക്, അതുപോലെ അത്യാധുനികമായിട്ടുള്ള സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് വെച്ചാൽ അത്യാധുനികം, ടെക്നോളജിക്കലി പുതിയ നൂതന സാങ്കേതിക വിദ്യകളൊക്കെ, അതായത് CT സ്കാൻ, MRI തുടങ്ങിയ CT MRI പോലുള്ള ഉപകരണങ്ങൾക്ക് അനുയോജ്യമായത് എപ്പോഴും എവിടെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു റേഡിയേഷന്റെ ലൊക്കേഷൻ ഗ്രൗണ്ട് ഫ്ലോറിലാക്കുന്നത്. ഉപകരണങ്ങളൊക്കെ നമ്മൾ എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാവില്ലേ റേഡിയേഷൻ ആയിട്ടുള്ള, അതിനെല്ലാം നമുക്ക് കൂടുതലും അനുയോജ്യമായിട്ടുള്ളത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. Then മൂന്നാമത്തെ പോയിന്റ് നോക്കാം, the department not only cares for walking patients but also emergency patients who may be unable to walk or who require rapid scanning to make a diagnosis അല്ലെ, എന്താണ് പറയുന്നത്? അതുപോലെ തന്നെ റാപ്പിഡ് ആയിട്ടുള്ള ദ്രുതഗതിയിലുള്ള സ്കാനിങ്, ചിലപ്പോൾ ചില പേഷ്യൻസിന് പെട്ടെന്ന് തന്നെ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നേക്കാം. സോ ഈ പെട്ടെന്നുള്ള ദ്രുതഗതിയിലുള്ള സ്കാനിങ് ആവശ്യമുള്ള രോഗികളെയൊക്കെ പരിചരിക്കുന്നു. അതായത് അതിന് വേണ്ടിയിട്ടൊക്കെയാണ് പെട്ടെന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇത്തിരി എമർജൻസിക്ക് ആയിട്ട് വരുന്ന പേഷ്യൻസിനൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ അവർക്ക് റാപ്പിഡ് ആയിട്ടുള്ള സ്കാനിങ്ങും മറ്റും ഡയഗ്നോസിസുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലും ഇത് ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ചിരിക്കുന്നത്. Should be easily reachable to OPD patients, inpatients and the emergency department അല്ലെ. അതുപോലെ തന്നെ OPD-യിൽ നിന്നും അതുപോലെ തന്നെ ഇൻപേഷ്യന്റ് അവിടെ കിടക്കുന്ന അഡ്മിറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസുകളും അതുപോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പേഷ്യന്റിനെ റേഡിയോളജി ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ തന്നെ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ഒരു തേർഡ് ഫ്ലോറിലും അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിലൊക്കെ ആണെങ്കിൽ എമർജൻസിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു അവിടെ ഇൻപേഷ്യന്റ് ആയിട്ടുള്ള കിടക്കുന്ന ഒരു പേഷ്യന്റിനൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലെ. കാരണം ലിഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ കൊണ്ടുപോകാനായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അല്ലെ. സോ അതുകൊണ്ട് OPയിൽ നിന്നും ഇൻപേഷ്യന്റെയും അതുപോലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ പെട്ടെന്ന് തന്നെ റീച്ചബിൾ, അടുത്തെത്താനായിട്ട് അല്ലെ, എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതായിരിക്കണം. അതുകൊണ്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് വെച്ചിരിക്കുന്നത്. It should not be put between other departments അല്ലെ, എന്താണ് പറയുന്നത്? It should be not put up between other departments അല്ലെ, മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും മറ്റു ഡിപ്പാർട്ട്മെന്റ്സുകളുടെ ഇടയിൽ കൊണ്ട് വെക്കാൻ പാടില്ലെന്ന്. ഇപ്പൊ നിങ്ങൾ റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ എത്ര പേര്? കുറച്ച് പേര് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതിനിടയിൽ വേറെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകൾ വരാറുണ്ടോ? കണ്ടിട്ടുണ്ടോ? അതിന്റെ തൊട്ടടുത്തായിട്ട് ഇപ്പൊ എക്സ്റേയോ ലാബോ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. കാരണം നമുക്കറിയാം റേഡിയേഷൻ ചെയ്യുന്നത് റേഡിയോ ഐസൊലേറ്റ് വികിരണങ്ങൾ വഴിയാണ്. സോ നമുക്ക് അങ്ങനെ ഇൻഫെക്ഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് അതിനിടയിൽ അതിനടുത്തായിട്ട് മറ്റു ഡിപ്പാർട്ട്മെന്റുകൾ ഒന്നും വരാൻ പാടില്ല. അടുത്ത പോയിന്റ് നോക്കാം, ഇറ്റ് ഷുഡ് ഹാവ് സം റൂം ഫോർ
എക്സ്പാൻഷൻ അറ്റ് എ ലേറ്റർ ഡേറ്റ് അല്ലെ, പിന്നീട് വിപുലീകരിക്കാനായിട്ടുള്ള കുറച്ച് സ്പേസ് ഉണ്ടായിരിക്കണമെന്ന്. അതായത് റേഡിയേഷൻ റൂമില് കുറച്ചും കൂടി സ്പേസ് ഒക്കെ ഉണ്ടായിരിക്കണമെന്ന്. കാരണം പിന്നെയും കുറച്ചും കൂടി പുതിയ പുതിയ ഫെസിലിറ്റികളും മറ്റും കൊണ്ടുവരാനായിട്ട് കുറച്ച് സ്പേസ് ഇട്ടിരിക്കണം. പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും ബിൽഡിങ്ങിനൊക്കെ വേണ്ടി നമ്മൾ മാറ്റി വെക്കുകയില്ല, അതുപോലെ കുറച്ച് സ്പേസുകൾ ഉണ്ടായിരിക്കണം. Then last one, flexibility, expandability and upgradability required to be taken into account while setting the department. അല്ലെ, എന്താ അവിടെ പറയുന്നത്? ഫ്ലെക്സിബിലിറ്റി, നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കണം എന്ന് പറയും അല്ലെ, നല്ലൊരു വഴക്കം അല്ലെങ്കിൽ. then expandability, ഒരു വിപുലീകരണം ഉണ്ടായിരിക്കുക. then നവീകരണം, പുതിയ പുതിയ ഉപകരണങ്ങളും എക്യുപ്മെന്റ്സുകളും അങ്ങനെയുള്ള അത്യാധുനികമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള വിദ്യകളൊക്കെ ഉപയോഗിക്കാം. നവീകരണങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് ആവശ്യമായിട്ടുള്ള റിക്വയർ ആയിട്ടുള്ള വിപുലീകരണം വേണം. അതുപോലെ തന്നെ അപ്ഗ്രേഡബിലിറ്റി, നല്ല നവീകരണം അല്ലെ, പുതിയ പുതിയ ഉപകരണങ്ങൾ വേണം, അല്ലെങ്കിൽ പുതിയ പുതിയ നൂതന സാങ്കേതിക വിദ്യകളും മറ്റും ഉണ്ടായിരിക്കണം. ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങളാണ് ലൊക്കേഷൻസിൽ പറയുന്നത്. ആദ്യം പറഞ്ഞത് എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിലാണ് അനുയോജ്യം. ദെൻ രണ്ടാമതായിട്ട് പറയുന്നത് CT MRI പോലുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മള് CT MRI വലിയ വലിയ എക്യുപ്മെന്റ്സ് ഒക്കെ ഉള്ളതിനാൽ തന്നെ എന്ത് വേണം? നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോർ ആണ് ഏറ്റവും അനുയോജ്യം. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് എന്താണ്? പെട്ടെന്നുള്ള സ്കാനിങ്ങും മറ്റും എടുക്കാനൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഏറ്റവും അനുയോജ്യം ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ദെൻ OP-യിൽ നിന്നും അതുപോലെ തന്നെ ഇൻപേഷ്യൻസിൽ നിന്നും എമർജൻസി ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഒരു ഏരിയ ആയിരിക്കണം. ദെൻ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഒന്നും അടുത്ത് വരാൻ പാടില്ല. ദെൻ മറ്റു ഡിപ്പാർട്ട്മെന്റ്സിനിടയിൽ ഇത് നമുക്ക് റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റ് വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ പിന്നീടുള്ള വിപുലീകരണത്തിനുള്ള സ്പേസ് ഉണ്ടായിരിക്കുക. ദെൻ വിപുലീകരണവും നവീകരണവും മറ്റും ഉണ്ടായിരിക്കണം. ഓക്കെ, ലൊക്കേഷൻ പോയിന്റ്സ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിക്കുക കേട്ടോ, ലൊക്കേഷൻസിൽ പറയുന്ന കാര്യങ്ങൾ മലയാളത്തില് അർത്ഥം മനസ്സിലാക്കി വായിക്കുക. ബൈ ഹാർട്ട് ചെയ്ത് നമ്മൾ ഒരിക്കലും വായിക്കാനോ അല്ലെങ്കിൽ പഠിക്കാനോ ശ്രമിക്കരുത്. മീനിങ് നിങ്ങളത് മനസ്സിലാക്കി തന്നെ വായിച്ചു പോവുക. അപ്പൊ നമ്മളുടെ മനസ്സിൽ ആ ഒരു തമായിട്ട് ആ പോയിന്റ് ഇരിക്കും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? അതായത് എമർജൻസി എന്ന് വരുന്ന ഒരു പേഷ്യന്റ് അല്ലെ, അതായത് എന്താ ദ്രുതഗതിയിൽ ഇപ്പൊ പെട്ടെന്ന് സ്കാനിങ്ങും മറ്റും ആവശ്യമായിട്ടുള്ള പേഷ്യന്റിനെ ഒരു രണ്ടാം നിലയിലോ മൂന്നാം നിലയിലാണെങ്കിൽ ആളെ കൊണ്ടുപോകുമ്പോൾ ചിലപ്പോൾ ആർക്കെങ്കിലും സംഭവിച്ചിരിക്കാം. സോ അങ്ങനെയുള്ള പേഷ്യൻസിന് പെട്ടെന്ന് സ്കാനിങ്ങും മറ്റും എടുക്കണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. സോഫിസ്റ്റിക്കേറ്റഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാധുനിക ടെക്നോളജിക്കലി എന്നൊക്കെ പറയില്ലേ, പുതിയ പുതിയ ഫെസിലിറ്റികളും മറ്റും പുതിയ പുതിയ ഉപകരണങ്ങളൊക്കെ ടെക്നോളജിക്കലി എക്യുപ്മെന്റ്, പുതിയ പുതിയ നൂതന ഉപകരണങ്ങള്, ഓരോ എക്യുപ്മെന്റുകളിലെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്നൊക്കെ പറയില്ലേ, അത്യാധുനികമായ പുതിയതായ ടെക്നോളജിക്കലി ഡെവലപ്ഡ്. ലാസ്റ്റ് പോയിന്റിൽ എന്താ പറയുന്നത്? അതായത് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളില്, ഈ റേഡിയേഷൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉള്ളില് അത്യാവശ്യം ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ എക്സ്പാൻഡബിലിറ്റി, ഒരു വിപുലീകരണം ഉണ്ടായിരിക്കണം. അതായത് പുതിയ പുതിയ ഫെസിലിറ്റികൾ കൊണ്ടുവരാനായിട്ടുള്ള ഒരു വിപുലീകരണം മറ്റും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ നവീകരണങ്ങൾ, പുതിയ പുതിയ ആധുനിക ടെക്നോളജിക്കലി ഫെസിലിറ്റികൾ, എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കണം.
കംപ്ലീറ്റ് ചെയ്ത ലൊക്കേഷൻ വായിച്ച എല്ലാവരും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ്. നെസസിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യങ്ങൾ, സ്ഥല ആവശ്യങ്ങൾ, ഫിസിക്കൽ ആയിട്ടുള്ള ബാക്കി സൗകര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, റിസപ്ഷൻ കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ. സ്വീകരണ നിയന്ത്രണവും രജിസ്ട്രേഷൻ ഏരിയയും ഉണ്ടായിരിക്കണം. പേഷ്യൻസ് വെയിറ്റിംഗ് റൂം, രോഗികളുടെ ഒരു കാത്തിരിപ്പ് മുറി. സെക്രട്ടറി ഓർ ക്ലർക്ക് ഏരിയ ഫോർ കളക്ടിംഗ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ് അല്ലേ, അതായത് സെക്രട്ടറി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഒരു ക്ലർക്ക് റിപ്പോർട്ടുകൾ ശേഖരിക്കുന്നതിനും വേർതിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഒരു സെക്രട്ടറി ഏരിയ ഉണ്ടായിരിക്കണം. അവർക്ക് സ്പെഷ്യൽ ആയിട്ട് വെക്കാനായിട്ടുള്ള ഒരു പ്ലേസ് ഉണ്ടായിരിക്കണം, റിപ്പോർട്ട്സുകളും മറ്റും തയ്യാറാക്കാനും അതിനെ സെപ്പറേറ്റ് ചെയ്യുവാനും. റേഡിയോളജിസ്റ്റ് ഓഫീസ്, ഒരു റേഡിയോളജിസ്റ്റിന്റെ ഓഫീസ് ഉണ്ടായിരിക്കുക. ഹാൻഡ്ലി ലൊക്കേറ്റഡ് ക്ലോസ് ബൈ ദ എക്സ്റേ റൂംസ്, എക്സ്റേ റൂമിനോട് ചേർന്നായിരിക്കണം ഒരു റേഡിയോളജിസ്റ്റിന്റെ ഓഫീസ് എന്ന് പറയുന്നത്. Then should have provision for viewing and charting films. എന്താണ് പറയുന്നത്? എക്സ്റേ ഫിലിമുകൾ, എക്സ്റേ ഫിലിം കണ്ടിട്ടില്ലേ? എക്സ്റേ എടുത്തു കഴിയുമ്പോ ചെറിയൊരു എക്സ്റേ കണ്ടിട്ടില്ലേ? നമ്മുടെ കൈയോ കാലോ കൊഴിഞ്ഞു കഴിയുമ്പോഴൊക്കെ ഇതുപോലെ നമ്മുടെ അസ്ഥികളുടെ പടം എക്സ്റേ എടുത്ത് കിട്ടാറില്ലേ? ഫിലിം, അതിനാണ് എക്സ്റേ ഫിലിം എന്ന് പറയുന്നത്. സോ എക്സ്റേ ഫിലിം ചാർട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അതായത് ആ ഫിലിം നോക്കാനും അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാനായിട്ടുള്ള ഒരു സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. ഇത്രയുമാണ് ഫിസിക്കൽ ഫെസിലിറ്റീസിൽ വരുന്ന പോയിന്റ്സുകൾ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ, വായിച്ചു നോക്കാം. 4 പോയിന്റ് ആണ്, ഇതെല്ലാം പോയിന്റ് വൈസ് ആണ്. നമുക്ക് അതുപോലെ ജസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ നിങ്ങൾ ആ പോയിന്റ്സുകള്. നെക്സ്റ്റ് റിസ്ക് ആണ് വരുന്നത്, ഒന്ന് വായിക്കാം. നെക്സ്റ്റ് നോക്കാം. റേഡിയേഷൻ റിസ്ക്. നമ്മൾ പറഞ്ഞു ഇങ്ങനെ റേഡിയേഷൻ പേഷ്യൻസിന് ചെയ്യാറുണ്ട്, പക്ഷെ അതിനും ഒരു സൈഡ് എഫക്ട്സുകൾ ഉണ്ട് അല്ലെ. അതിപ്പോ എക്സ്റേ ചെയ്യുന്നതിനായിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ റേഡിയേഷൻ നമ്മൾ കണ്ടിന്യൂസ്ലി മെഡിസിൻ കഴിക്കുന്നത് വരെ ശരിക്കും പറഞ്ഞ റിസ്ക് ആണ് അത്. ആണോ? അറിയോ നിങ്ങൾക്ക്? നമ്മൾ പല മെഡിസിൻസും ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം മെഡിസിൻ കഴിക്കുന്നവരൊക്കെ ഉണ്ടാകും, പക്ഷെ അതിനൊരു ആഫ്റ്റർ സൈഡ് ഇഫക്റ്റ് വരുന്നത് ശരിക്കും നമ്മുടെ ബോഡിയിൽ തന്നെ അതിനൊരു സൈഡ് ഇഫക്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്സിലും അതിന്റെ ഒരു മറുഭാഗത്ത് നമുക്ക് ചികിത്സയില് ഒക്കെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ആവശ്യമാണ്, എങ്കിലും അതിനൊരു മറിച്ചൊരു സൈഡ് എഫക്റ്റ് ഉണ്ട്. ഗുണമുണ്ടെങ്കിലും ഗുണത്തെ പോലെ തന്നെ ദോഷവും ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നത് റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ട്രീറ്റ്മെന്റ് ആണത് അല്ലെ. നമ്മുടെ അസുഖം, ഇപ്പൊ ക്യാൻസർ വരുമ്പോഴും മറ്റു നമ്മുടെ അസുഖങ്ങൾ ഭേദമാക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. ട്രീറ്റ്മെന്റ് ആണെങ്കിൽ പോലും അതിന് കുറച്ച് സൈഡ് എഫക്ട്സുകൾ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് അതിന്റെ സൈഡ് എഫക്ട്സ് എന്നാണ് അടുത്തത് നോക്കുന്നത്. റേഡിയേഷൻ റിസ്ക്, അതില് നമ്മൾ രണ്ടായിട്ടാണ് പറയുന്നത്. സെവർ എഫക്റ്റ്, അതായത് ഭയങ്കര കടുത്ത ഫലങ്ങൾ എന്തൊക്കെയാണ്. ദെൻ ക്രോണിക് എഫക്റ്റ്, അല്ലാതെ വരുന്ന നമുക്ക് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരിക്കാവുന്ന ദോഷഫലങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ ആദ്യം നമുക്ക് നോക്കാം സെവർ എഫക്റ്റ്, അതായത് കടുത്ത ഭയങ്കരമായിട്ടുള്ള എഫക്റ്റുകൾ എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം, അതായത് കനത്ത ഡോസ് ഒറ്റ ടൈമിൽ തന്നെ വലിയ ഡോസ് ഒക്കെ ചെയ്യുക. അതായത് റേഡിയേഷൻ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു മീൻസ് അസുഖം കുറച്ചും കൂടി മൂർച്ഛിക്കുമ്പോൾ കുറച്ച് കൂടുതലാകുമ്പോൾ ഹൈ ഡോസ് ഒക്കെ ആയിരിക്കും റേഡിയേഷൻസിൽ ചെയ്യുന്നത്. ഹൈ ഡോസ് ആയിരിക്കും മെഡിസിൻ ഒക്കെ നൽകുന്നത്. അപ്പൊ വരുന്നത് എന്തെല്ലാം ഇഫക്റ്റുകളാണ് കേട്ടോ അവരെ ഹൈ ഡോസിൽ ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നങ്ങൾ. അത് 2-3 തരംതിരിച്ചിട്ടുണ്ട്. സെറിബ്രൽ മീൻസ് നമ്മുടെ കരളിനെ തലച്ചോറിനെ ബാധിക്കുന്ന സൈഡ് എഫക്റ്റുകൾ ഏതൊക്കെയാണ്. രണ്ടാമത്തത് ഗ്യാസ്ട്രിക്, നമ്മുടെ വയറ് സംബന്ധമായിട്ടൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ദെൻ ബ്ലഡ്, നമ്മുടെ ബ്ലഡ് സംബന്ധമായിട്ട് എന്തെല്ലാം സൈഡ് എഫക്ട്സ് ആണ് ഉണ്ടാകുന്നത്. അപ്പോ ആദ്യം നമുക്ക് സെറിബ്രൽ നോക്കാം. തലച്ചോറ് സംബന്ധമായിട്ട് എന്തെല്ലാം സൈഡ് എഫക്ട്സുകൾ ഉണ്ടാകുന്നത്. സെറിബ്രലിൽ പറയുന്നത് നോക്കാം. കോൺവേസ്നെസ്, എന്താ കോൺവേസ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
കൺവൂൾസിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തല മീൻസ് വിറയൽ എന്നൊക്കെ പറയില്ലേ, മീൻസ് ഒരു തലകറക്കം പോലെ നമുക്ക് എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു വിറയല്, തലയ്ക്ക് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്, തലയ്ക്ക് ഭയങ്കര ഭാരം തോന്നിക്കലോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഒരു മീൻസ് തലയ്ക്ക് പാളിപ്പോണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ, അറിയാറില്ലേ, ചിലപ്പോ ഭയങ്കര ശക്തമായിട്ടുള്ള തലവേദനയൊക്കെ വരുമ്പോഴേ നമുക്കിങ്ങനെ സ്ട്രെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒന്ന് കണ്ണ് തുറന്ന് പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ, ഒരു വിറയല്, അതാണ് അവിടെ ഉദ്ദേശിച്ചത്. Then obscuring of a vision എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മള് കാഴ്ച മങ്ങിപ്പോകല്, അതായത് നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഫോണിൽ നോക്കി അല്ലെങ്കിൽ ടി വിയിൽ നോക്കി ഒരു ബുക്കിൽ നോക്കിയാണെങ്കിൽ ഡബിൾ ആയിട്ടൊക്കെ കാണാന്നൊക്കെ പറയില്ലേ, കാഴ്ച ഒരു മങ്ങിപ്പോക, ഇടയ്ക്ക് ഇങ്ങനെ ഡബിൾ ആയിട്ട് തോന്നുക, അല്ലെങ്കിൽ ഇങ്ങനെ കാണാത്ത പോലെ ഭയങ്കര ഇരുട്ടായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഇതൊക്കെ നമ്മളുടെ ഇതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണെന്നാണ് പറയുന്നത്. ഹെഡേക്ക്, തലവേദന, ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു തലവേദന ഉണ്ടാകും. ഇതുപോലെ റേഡിയേഷൻ ചെയ്തവരാണെങ്കിൽ ചെയ്യുന്ന പേഷ്യൻസിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. ചെറിയ രീതിയിലും ഇപ്പോ ക്യാൻസർ സംബന്ധമായിട്ട് നമ്മൾ റേഡിയേഷൻ ഒക്കെ ചെയ്യില്ലേ, അങ്ങനെയുള്ള പേഷ്യൻസിന് ആ റേഡിയേഷൻ ചെയ്ത് ഒരു 1 വീക്കോളം ഇതുപോലെ ഭയങ്കര തലവേദനയും തലകറക്കം വോമിറ്റിംഗ് ഒക്കെ ഉണ്ടാവാറുണ്ട് അവർക്ക്. അത് നോർമലി ഒരു മീൻസ് ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. റേഡിയേഷൻ ചെയ്യുമ്പോൾ അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് കൂടെ അവർ ശരിക്കും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓൾറെഡി അവരുടെ അസുഖത്തിൻ്റെതായിട്ടുള്ള വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള ഒരു ട്രീറ്റ്മെന്റ് കൂടി ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഫലങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു 1 വീക്കോളം ശരിക്കും അവർക്ക് ഈ റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഛർദിയും ഒരു ക്ഷീണവും തലവേദനയും ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഇതിന്റെ ആയിട്ട് അവർ അനുഭവിക്കേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോ പക്ഷെ നമുക്കത് ചെയ്യാതിരിക്കാനും പറ്റില്ല. നമ്മളൊരു ട്രീറ്റ്മെന്റ്സിന്റെ ഭാഗമായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റേഡിയേഷൻ ചെയ്തേ പറ്റുമോ, പക്ഷെ അതിന്റെ ഒരു സൈഡ് എഫക്റ്റ് കൂടി ആ ഒരു പേഷ്യന്റ് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് അറിയാൻ പാടില്ലാത്ത രീതിയാണ് അല്ലെ, നമ്മളതൊന്ന് മനസ്സിലാക്കിയിരിക്കും. അപ്പോ സെറിബ്രലിൽ പറയുന്ന അത്രയും കാര്യങ്ങളാണ്. തലവേദന വരുന്നു, കാഴ്ച മങ്ങല്, വിറയല്, ഇങ്ങനെയുള്ള കാര്യങ്ങള്. ഇനി ഗ്യാസ്ട്രിക് പരമായിട്ട് നമ്മുടെ വയറ് സംബന്ധമായിട്ട് ഗ്യാസ്ട്രിക് പരമായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണെന്ന് കേട്ടോ. ഗ്യാസ്ട്രിക് സംബന്ധപരമായിട്ട് നോസിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓക്കാനം വരിക, എപ്പോഴും ഇങ്ങനെ ഒരു ടെൻഡൻസി, നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ആ ഒരു ഒരാഴ്ച ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്ക് ഫുഡ് കഴിക്കാനും, അല്ലെങ്കിൽ അത്യാവശ്യം ഇച്ചിരി വെള്ളം കുടിക്കാൻ വരെ വോമിറ്റിംഗ് ടെൻഡൻസി, നമ്മൾ ഓക്കാനം വരിക പറയും അല്ലെ. അറ്റ്ലീസ്റ്റ് വെറുതെ ചുമ്മാ പച്ചവെള്ളം കുടിച്ചപ്പോൾ ഓക്കാനിക്കാൻ വരുന്ന അവസ്ഥ, അത് ആ ട്രീറ്റ്മെന്റിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ്. ശരിക്കും നമ്മുടെ ബോഡിയിൽ അത് അത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ട്. വോമിറ്റിംഗ്, എപ്പോഴും ഛർദി, ഞാൻ പറഞ്ഞില്ല ഒരു ഛർദിയും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം. ദെൻ ലോക്കലൈസ്ഡ് പെയിൻ ഇൻ ദ അബ്ഡോമൻ. ലോക്കലൈസ്ഡ് പെയിൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്ഡോമൻ എന്ന് വെച്ചാൽ നമ്മുടെ വയറിന്റെ ഒരു സൈഡ് മാത്രമായിട്ട് എപ്പോഴും ഭയങ്കര ശക്തമായിട്ടുള്ള ഒരു വേദന, വയറുവേദന. അതായത് ഒരു സൈഡായിരിക്കും, ചിലപ്പോൾ ലെഫ്റ്റ് സൈഡോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും ഭയങ്കരമായിട്ട് സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വയറുവേദന. ഇതൊക്കെ ഈ ഒരു റേഡിയേഷൻ ചെയ്ത് ഒരു 1 വീക്കോ 2 വീക്കോ ശരിക്കും അതിനൊരു എഫക്ട് ശരിക്കും അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഗ്യാസ്ട്രിക്കിൽ വരുന്നത് എന്തൊക്കെയാണ്, വയറുവേദന വരാം, വോമിറ്റിംഗ് ടെൻഡൻസി, ദെൻ ഒരു സൈഡിലുള്ള വയറുവേദന. ദെൻ ബ്ലഡ്, ഇത് നമ്മുടെ ബ്ലഡിനെ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. അനീമിയ അല്ലെ, വിളർച്ച, എപ്പോഴും നമ്മൾ ബ്ലഡ് ചെയ്യാന്നൊക്കെ പറയും അല്ലെ. അപ്പൊ വിളർച്ച വരാം. അതുപോലെ തന്നെ എന്താണ് മാരോ ഡിപ്രഷൻ, അതായത് മാരോ ഡിപ്രഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മുടെ അസ്ഥികൾക്ക് ഉണ്ടാകുന്ന ചെറിയ വീക്കങ്ങൾ, അതായത് നമ്മുടെ ശരീരം വേദന, എണീക്കാൻ പറ്റില്ല, എപ്പോഴും കിടന്ന കിടപ്പിൽ തന്നെയുള്ള ഒരു അവസ്ഥ, എനിക്ക് ഇരിക്കാൻ പറ്റില്ല, ഒന്ന് നിൽക്കണം എന്ന് തോന്നുന്നു, പക്ഷെ നമ്മുടെ ശരീരത്തിന് അതിന് നമുക്ക് താങ്ങാനുള്ള അല്ലെങ്കിൽ ഒരു ശക്തിയില്ല എന്ന് പറയില്ല, നമ്മള് ഭയങ്കര ടയർഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥ, എണീറ്റിരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് നടക്കാനോ, എപ്പോഴും കിടന്നൊരു കിടപ്പിൽ തന്നെ കിടക്കണം എന്നുള്ള ഒരു ടെൻഡൻസി വരിക. ഓക്കെ, ശരീരത്തിന്റെ നമ്മളുടെ അസ്ഥികൾക്ക് നമ്മുടെ അവയവങ്ങൾക്കുള്ള ഒരു വീക്കം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് കടുത്ത എഫക്റ്റ്. അതായത് നല്ല രീതിയിൽ റേഡിയേഷൻ ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റുകളാണ് നമ്മൾ പറഞ്ഞത്. ഇനി ക്രോണിക് ഇഫക്റ്റുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ദീർഘകാലം നിലനിൽക്കുന്നത്, അതായത് എപ്പോഴും ഇതിപ്പോ സെർവർ ഇതൊക്കെ വരുമ്പോൾ, അതായത് കുറച്ച് റേഡിയേഷന്റെ ഡോസ് കൂടുതൽ വരുമ്പോഴായിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ 1 വീക്കോ അല്ലെങ്കിൽ 2 വീക്കോ ഇങ്ങനെയുള്ള ഛർദിയും തലകറക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ക്രോണിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ക്രോണിക്കിൽ നോക്കി നിങ്ങൾ owing to constant continuous short exposure, അതായത്
നിരന്തരമായിട്ട് ചെറിയ ഡോസുകളാണ് ഇടയ്ക്കിടയ്ക്ക് പേഷ്യന്റിന് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ഒറ്റ ഹൈ ഡോസ് കൊടുക്കുന്ന പേഷ്യൻസിന് എന്തൊക്കെ സൈഡ് എഫക്റ്റ് ആണ് വരുന്നത് എന്നാണ് ആദ്യത്തെ സെക്ഷനിൽ പറഞ്ഞത്. രണ്ടാമത് പറഞ്ഞത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ രീതിയിൽ റേഡിയേഷൻ, ഇപ്പൊ ഒരു മാസത്തില് ഒരു പ്രാവശ്യം അങ്ങനെ എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ ഡോസിലുള്ള റേഡിയേഷൻ നൽകുന്ന പേഷ്യൻസുകൾ ഉണ്ടാകും അല്ലെ. അപ്പൊ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ വരുന്നതാണ് ഇനി പറയാൻ പോകുന്നത്. സ്കിന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നത്? ഫസ്റ്റ് വൺ ഹെയർ ലോസ് അല്ലെ, മുടി കൊഴിച്ചില്, മുടി നഷ്ടപ്പെടാം അല്ലെ. നമുക്കറിയാം ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഈ റേഡിയേഷനും മറ്റും ചെയ്യുമ്പോഴാണ് മുടി കൊഴിയാറുണ്ട് അല്ലെ. അതുകൊണ്ടാണ് അത്രത്തോളം സൈഡ് എഫക്റ്റ് നമ്മളുടെ സ്കിന്നിനെ വരെ ബാധിക്കുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം അല്ലെ. ബ്രിറ്റിൽ നെയിൽസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ നഖമൊക്കെ എപ്പോഴും പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ, അതായത് നമ്മുടെ നഖത്തിനൊന്നും ബലമില്ലാത്ത അവസ്ഥ, അതാണ് ബ്രിറ്റിൽ നെയിൽസ് എന്ന് പറഞ്ഞാൽ നഖം പൊട്ടിപ്പോകുന്നത്. ഇനി ബ്ലഡിൽ വരുന്നത് അനീമിയ വരാം, അതുപോലെ ലുക്കീമിയ വരാം എന്നാണ് പറയുന്നത്. ലുക്കീമിയ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ബ്ലഡ് ക്യാൻസർ പോലെ നമ്മുടെ ബ്ലഡ് പൊടിയുന്ന ഒരു അവസ്ഥ. അപ്പൊ അനീമിയ, വിളർച്ചയുണ്ടാകും. അതുപോലെ തന്നെ ലുക്കീമിയ. ഐയിൽ വരുന്നത് കാട്രാക്ട്. എന്താ കാട്രാക്ട് എന്ന് പറയുന്നത്? കാട്രാക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിമിരം അല്ലെ, കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോകുന്ന ഒരവസ്ഥ. അതേഴ്സ് മറ്റു വസ്തുതകളിൽ വരുന്നത് സ്റ്റെറിലിറ്റി എന്ന് വെച്ചാൽ എന്താ? മന്യത അല്ലെ, കുഞ്ഞുങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുന്ന ഒരവസ്ഥ, മന്യത സംഭവിക്കുക. ഒബിസിറ്റി, അമിതവണ്ണം. അതുപോലെ തന്നെ ക്യാൻസർ മീൻസ് മറ്റു ഇതൊക്കെ ആവുമ്പോൾ റേഡിയേഷൻ ചെയ്യുമ്പോഴും ക്യാൻസർ ഒക്കെ വരാനും ചാൻസ് ഉണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമ്മള് സൈഡ് എഫക്ട്സിൽ വരുന്നത്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ നമ്മൾക്ക് അറിയാം, മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ ആണോ? അതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഓരോ പേഷ്യൻസിലും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അല്ലെ. അപ്പോ അത് മാത്രമല്ല, മറിച്ച് അത് ഹെവി ഡോസ് കൊടുക്കുമ്പോഴും ചെറിയൊരു ഡോസ് ആണെങ്കിൽ പോലും ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സൈഡ് എഫക്ട്സ് വരുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഗ്യാസ്ട്രിക് ആണെങ്കിലും ബ്ലഡിലാണെങ്കിലും സ്കിന്നിലാണെങ്കിലും ഒത്തിരി സൈഡ് എഫക്ട്സുകൾ വരുന്നുണ്ട്. ഓക്കെ, ഇത് വായിച്ചു നോക്കാം കേട്ടോ. റേഡിയേഷൻ റിസ്ക്. ഓക്കെ, വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് നോക്കാം, റെഗുലേറ്ററി ബോഡി. എന്താണ് റെഗുലേറ്ററി ബോഡി എന്നാണ് നോക്കാം. ദ ആറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്, അണ്ടർലൈൻ ചെയ്യാം AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ഫുൾ ഫോം ചോദിക്കാറുണ്ട് എക്സാമിന്. AERB, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. എന്താണ് ഈ AERB എന്നാണ് ഇത് പറയുന്നത്? AERB outlined by the central government is a proficient authority as the regulatory board for granting renewal, withdrawal and revocation consent for nuclear and radiation facilities. അതായത് ഈ ന്യൂക്ലിയർ റേഡിയേഷൻ സൗകര്യങ്ങൾക്കുള്ള നവീകരണം, പുതിയ ഫെസിലിറ്റികള്, അതുപോലെ തന്നെ അതിന്റെ പിൻവലിക്കല്, ദെൻ അസാധുവാക്കൽ, വിഡ്രോവൽ, റിവക്കേഷൻ മീൻസ് അസാധുവാക്കൽ, എന്നിവയ്ക്ക് നൽകുന്നതിനുള്ള ഒരു ബോർഡാണ് എന്ത്? AREB എന്ന് പറയുന്നത്. അതായത് നമ്മള് ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ആണ്, അതിന് സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ ഒരു ARB രൂപം കൊടുത്തിരിക്കുന്നത്, ARBക്ക് രേഖ നൽകിയിരിക്കുന്നത്. അതായത് ഈ റേഡിയേഷൻ ഉത്പാദിപ്പിക്കുന്ന ഉപകരണങ്ങള് സുരക്ഷിതമായിട്ടൊക്കെ കൈകാര്യം ചെയ്യാനും അതിനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പരാമർശിക്കുന്നതാണ് AERB എന്ന് പറയുന്നത്. അതായത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ റേഡിയേഷൻ ഉത്പാദിപ്പിക്കുന്ന ഉപകരണങ്ങള് സേഫ് ടെസ്റ്റ് ആയിട്ട് എങ്ങനെ കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ അതിനെ കുറിച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ചുമ്മാ പോയിട്ട് അതിനെ കുറിച്ച് ഒരു അറിവില്ലാത്ത ആൾക്ക് പോയിട്ട്
റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കയറി നിൽക്കാൻ പറ്റുമോ? ആലോചിച്ച് നോക്കി, ഒരു ഓഫീസിൽ നിൽക്കുന്ന ഒരു നഴ്സിന് പോയിട്ട് റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ട് നിർത്താൻ പറ്റുമോ? അല്ലെങ്കിൽ ഒരു ലാബിൽ നിൽക്കുന്ന ഒരാളെ പിടിച്ച് നമുക്ക് ഒരു സ്റ്റാഫിനെ റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിർത്താൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണ്? അവിടെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് റേഡിയേഷൻ അവർ പഠിച്ചിട്ടുള്ള സ്റ്റാഫുകളാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരാണ്. അത് വളരെ കെയർഫുൾ ആയിട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ എന്തെല്ലാം രീതിയിലാണ് സുരക്ഷിതമായിട്ട് ഉപകരണങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് ഒരു നിയമപരമായിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഴുതി തയ്യാറാക്കുന്നതാണ് AERB എന്ന് പറയുന്നത്, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. ആ ബോർഡാണ് നമുക്കത് സെൻട്രൽ ഗവൺമെന്റ് ആണ് രൂപം നൽകിയിരിക്കുന്നത്. അവിടെയാണ് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസും എങ്ങനെയാണ് റേഡിയേഷൻ ചെയ്യേണ്ടതും അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് പ്രോസസ്സ് സുരക്ഷിതമായിട്ട് സ്റ്റാഫിനും മറ്റും സേഫ്, പേഷ്യൻസിനും സ്റ്റാഫിനും സേഫ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ നൽകേണ്ടത് ട്രീറ്റ്മെന്റ്സ് എന്നതിനെ കുറിച്ചിട്ടൊക്കെ വിശദീകരിക്കുന്ന ഒരു ബോർഡാണ് AERB. ക്ലിയർ ആയോ? AERB എന്താണെന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ, ഫുൾ ഫോം പഠിക്കണം. ഡയഗ്നോസ്റ്റിക് ഏരിയ, അതായത് ടെസ്റ്റുകളും കാര്യങ്ങളും നടത്തുന്ന ഏരിയ എങ്ങനെയായിരിക്കണം എന്നാണ് പറയുന്നത്. നോക്കാം, റേഡിയോളജി റൂംസ് ആർ secluded so that people cannot come 1 meter from its outside walls. അല്ലെ, സെക്ലൂഡഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു ഒറ്റപ്പെട്ട, അല്ലെ, അതായത് ഒറ്റപ്പെട്ട ഒരു ഏരിയയിലായിരിക്കണം റേഡിയോളജി റൂം എന്ന് പറഞ്ഞാല്. അധികം ആളുകളൊന്നും ഇല്ലാത്ത, വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഒറ്റപ്പെട്ട ഏരിയയിലായിരിക്കണം. സോ അതുകൊണ്ട് എന്ത് പറ്റും? that people cannot come 1 meter from its outside walls. അല്ലെ, പുറം ഭിത്തിയിൽ നിന്നും 1 മീറ്റർ വരാൻ ആളുകൾ വരാൻ പാടില്ല. അതായത് ആളുകൾ അധികം ഇല്ലാത്ത ഒരു ഏരിയയില് സെപ്പറേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എന്താ പറയാ ഒറ്റപ്പെട്ട ഒരു ഏരിയയിലായിരിക്കണം. നമ്മള് മോർച്ചറി പഠിച്ചില്ലേ, പെട്ടെന്ന് ആരും കാണാൻ പറ്റാത്തൊരു ഡ്യൂബിയസ് പ്ലേസിലായിരിക്കണം അല്ലെ. അതുപോലെ തന്നെ റേഡിയോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ ഇൻഫെക്ഷൻസും മറ്റും കാര്യങ്ങളൊന്നും പോകാൻ പാടില്ല. അതിനാൽ തന്നെ അത് കുറച്ചുകൂടി ഒറ്റപ്പെട്ട ഒരു ഏരിയയിലായിരിക്കണം റേഡിയോളജി റൂം സ്ഥാപിക്കേണ്ടത്. സോ 1 മീറ്റർ വരാൻ ആളുകൾ വരാൻ പാടില്ല. രണ്ടാമത്തെ പോയിന്റ് നോക്കാം, the windows are avoided to lessen the penetration of radiation in the nearby area. അല്ലെ, അതായത് ജനാലകൾ ഒഴിവാക്കണേന്ന്. എന്തുകൊണ്ട്? അതിലൂടെ നോക്കാതിരിക്കാനായിട്ട്. പെനട്രേഷൻ എന്ന് വെച്ചാല് മീൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ജനാലകൾ ഒഴിവാക്കുന്നു. അതിലൂടെ മീൻസ് ജനാലകളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോ ആളുകൾ നമ്മൾ വന്ന് നോക്കാനൊക്കെ ചാൻസ് ഉണ്ട്. പുറത്തുനിന്ന് ആളുകളൊക്കെ കുഞ്ഞു നോക്കിയൊക്കെ ചെയ്യില്ലേ, അതായത് അതിനുള്ളിൽ എന്താണ് സംഭവിക്കുന്നത് അതൊക്കെ വന്ന് നോക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ജനാലകൾ പരമാവധി കുറച്ച് ഒഴിവാക്കുന്നത് ഈ ഡയഗ്നോസ്റ്റിക് റൂമില്. ഇനി അടുത്തത് നോക്കാം, all walls and doors to be painted washable paints of good quality. അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ ജനാലകളും അതുപോലെ തന്നെ ഡോറുകളും അത്യാവശ്യം നിലവാരമുള്ള പെയിന്റ് വെച്ചിട്ട് ഉപയോഗിച്ച് അടിച്ചിരിക്കുന്നതായിരിക്കണം. അത് വാഷബിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കണം. കാരണം എന്തെങ്കിലും റേഡിയേഷന്റെ വികിരണങ്ങളൊക്കെ മറ്റും വിൻഡോസിലും ഡോറിലൊക്കെ ഉണ്ടെങ്കിൽ പറ്റിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് വാഷ് ചെയ്ത് കളയാൻ പറ്റുന്ന രീതിയിലുള്ള ഹൈ ഗുഡ് ക്വാളിറ്റി ഉള്ള പെയിന്റ് ആയിരിക്കണം. ഇപ്പൊ അതിനുള്ള നിലവാരത്തില് വിപണിയില് അത്തരത്തിലുള്ള നിങ്ങൾ പരസ്യമൊക്കെ കാണാറില്ലേ, പിള്ളേരെ കോരി ഒഴിച്ചിട്ട് തുടച്ച് നല്ല ക്ലീൻ ചെയ്തൊക്കെ കഴിയുന്നത്, വെള്ളം ഒഴിച്ച് കഴുകിയാലും പെയിന്റ് ഒന്നും പോവില്ല അല്ലെ. പല പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള നല്ല ഹൈ ക്വാളിറ്റി ഉള്ള പെയിന്റുകളായിരിക്കണം നമ്മളുടെ റേഡിയേഷൻ റൂമിന്റെ വാതിലുകൾക്കും ജനലുകൾക്കും കടിക്കാൻ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ അടുത്ത പോയിന്റ് നോക്കാം, ആസ് പെർ ടു BARC ബാർക്ക്, അതായത് ഫുൾ ഫോം നോക്കാം. എന്തായിരുന്നു ഫുൾ ഫോം? ധാബ അല്ലെ. ധാബ അറ്റോമിക് റിസർച്ച് സെന്റേഴ്സ്. ധാബ എന്നാണ് കേട്ടോ വായിക്കപ്പെട്ട. ധാബ അറ്റോമിക് റിസർച്ച് സെന്റർ. ഇതുപോലെ ARB പോലത്തെ റിസർച്ച് സെന്റർ ആണ്, മുംബൈയിലാണ്. മുംബൈ. The walls of the radiography rooms should be 9 inches thick concrete walls or 14 inches thick masonry walls. Masonry ഇവിടെ ബ്രിക്ക് എന്നാണ്, ബ്രിക്ക് അത് വേണ്ട, അത് വെട്ടിക്കോളൂ കേട്ടോ. മേസണറി വാൾസ് ഇത് മാത്രം മതി.
അതായത് ആസ് പെർ ടു ഈ ദാബ അറ്റോമിക് റിസർച്ച് സെന്റർ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു റേഡിയേഷൻ ഒരു റിസർച്ച് സെന്റർ ആണ്. അവിടെ മുംബൈയിലാണത്. അവിടുത്തെ വാൾസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതിലുകൾ, അതായത് റേഡിയോഗ്രഫി റൂംസിന്റെ മതിലുകള് 9 ഇഞ്ചിൽ തിക്കിൽ 9 ഇഞ്ച് തിക്കായിട്ടുള്ള കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള വാൾസുകളാണെന്ന്. അത്രയും സേഫ്റ്റി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. 14 ഇഞ്ചസ് തിക് മേസറി വാൾസ്, അതുപോലെ തന്നെ 14 ഇഞ്ച് വരുന്ന കോൺക്രീറ്റ് കൽഭിത്തി വാളുകളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് ജസ്റ്റ് അതിൽ പറഞ്ഞിരിക്കുന്നുണ്ടോ, മുംബൈയിലുള്ള ഒരു റിസർച്ച് സെന്റർ ആണ്. അവിടെ അത്രയും പ്രൊട്ടക്ഷൻ ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 9 ഇഞ്ച് തിക്കുള്ള കോൺക്രീറ്റും അതുപോലെ തന്നെ 14 ഇഞ്ചുള്ള ഒരു മെസ്നറി മീൻസ് കൽഭിത്തി വാളുകളുമാണ് മതിലുകളുമാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ദെൻ കീപ് മിനിമം ഫർണിച്ചർ, അത്യാവശ്യം വേണ്ടുന്ന ഫർണിച്ചറുകളും കാര്യങ്ങളും സൂക്ഷിക്കണം. Then provide ventilation fume hoods. എന്താ ഫ്യൂം ഹുഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വായു സഞ്ചാര മാർഗം അത്യാവശ്യം ഉണ്ടായിരിക്കണം. അതായത് ഈ പുക നീരാവിയൊക്കെ വരില്ലേ റേഡിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അതിൽ നിന്നും നമ്മള് എന്തെങ്കിലും നീരാവിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ പുറത്തേക്ക് വിടാനായിട്ടുള്ള അത്യാവശ്യം വെന്റിലേഷൻ വായു സഞ്ചാര മാർഗങ്ങൾ, നമ്മൾ റൂമുകൾക്കൊക്കെ വെന്റിലേഷൻ ഇല്ലേ, അതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ അണുക്കൾ നിൽക്കാൻ ചാൻസ് ഉണ്ട്. Then install an X-ray machine in the corner so that there is enough moving space. അതുപോലെ തന്നെ ഈ റേഡിയേഷൻ റൂമില് ഒരു എക്സ്റേ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യണം. ഒരു കോർണറിൽ ആ റൂമിന്റെ ഒരു മൂലയിലായിട്ട് എക്സ്റേ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യണം. Then അപ്പോ എന്ത് ചെയ്യാൻ പറ്റും, is enough to moving space. അപ്പൊ ബാക്കി ആവശ്യത്തിന് മൂവ് ചെയ്യാനും മറ്റും സ്പേസുകൾ ഉണ്ടാകും. അതിനാൽ അത് എന്ത് ചെയ്യാം, എക്സ്റേ മെഷീൻ കോർണറിൽ സ്ഥാപിക്കാം. Then last one, the flooring should be able to support a load of heavy machines, particularly if the lab is built on top floors. അതായത് ലാബ് മുകളിലത്തെ നിലയിലാണ് ലബോറട്ടറി സ്ഥാപിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ അത്യാവശ്യം ലോഡ് ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള മെഷീൻസുകളും ഒരു ലോഡ് മീൻസ് ആ ഒരു ഹെവി ആയിട്ടുള്ള മെഷീൻസുകൾ താങ്ങാനായിട്ട് ഫ്ലോറിന് കഴിയണം. അതായത് ഫ്ലോറിന് അത്രയും ഒരു കട്ടി ഉണ്ടായിരിക്കണം, താങ്ങാനായിട്ടുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. മെഷീൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുമല്ലോ. അപ്പൊ മുകളിലത്തെ നിലയിലാണ് ലാബെങ്കിൽ അത്യാവശ്യം എക്യുപ്മെന്റ്സുകൾ ഉണ്ടാവുമല്ലോ ലബോറട്ടറിയില്. അപ്പൊ അതിന് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. നാലാമത്തെ പോയിന്റിൽ പറയുന്നത് അതായത് BRC ദാബ അറ്റോമിക് റിസർച്ച് സെന്റർ, അതൊരു റേഡിയേഷന്റെ ഒരു റിസർച്ച് സെന്റർ ആണ്. മുംബൈയിലുള്ള ഒരു സെന്റർ ആണ്. അവിടുത്തെ റേഡിയോഗ്രഫി റൂംസില് 9 ഇഞ്ചസ് തിക്ക് കോൺക്രീറ്റ് ഉള്ള വാൾസും അതുപോലെ തന്നെ 14 ഇഞ്ചസ് മേസറി വാൾസും ആണ് അവര് നിർമ്മിച്ചിരിക്കുന്നത്. ആ ഒരു ജസ്റ്റ് അവരുടെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മുംബൈയിലുള്ള ഒരു റിസർച്ച് സെന്ററിൽ അത്രയും പ്രൊട്ടക്റ്റീവ് ആയിട്ടാണ് ആ റൂം സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് അത് ഇതിന്റെ ഒപ്പം ചേർത്ത് പറഞ്ഞുള്ളൂ. ഓക്കെ, എക്സാമ്പിൾ പോലെ മുംബൈയിലുള്ള ഒരു റിസർച്ച് സെന്ററിന്റെ കാര്യം കൂടി ഇതോടൊപ്പം ചേർത്തെന്നുള്ളൂ കേട്ടോ. ഓക്കെ, ഇത് വായിച്ചു നോക്കുക. ഡയഗ്നോസ്റ്റിക് ഏരിയ വായിക്കാം കേട്ടോ.
പെനട്രേഷൻ എന്ന് വെച്ചാല് നുഴഞ്ഞു കയറ്റം, നോക്കുക എന്നൊക്കെ പറയില്ലേ, ഒളിഞ്ഞു നോക്കുക എന്നൊക്കെ. ഓട്ടോമാറ്റിക്കലി ജനലൊക്കെ കാണുമ്പോൾ നമ്മൾ പോയി നോക്കാൻ ചാൻസ് ഉണ്ട്. ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് പ്രോസസ് ഒക്കെ പോയി നോക്കാനൊക്കെ ചാൻസ് ഉണ്ടല്ലോ. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ജനലുകൾ പരമാവധി അവോയ്ഡ് ചെയ്തിരിക്കുന്നത്. ഫ്യൂം ഹോട്ട്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഈ നീരാവിയും പുകയൊക്കെ ഉണ്ടാവില്ലേ, അതായത് ഇങ്ങനെ റേഡിയേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ആവി പോലത്തെ സംഭവങ്ങളോ അല്ലെങ്കിൽ നീരാവി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാകും. സോ അതിന് പുറത്തേക്ക് കളയാനായിട്ടുള്ള വെന്റിലേറ്റീവ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുക. ഈ ERB എന്ന് വെച്ചാൽ എന്താ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അതായത് റേഡിയേഷൻ റൂമിലോ റേഡിയേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉപകരണങ്ങള് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിനുള്ളൊരു മാർഗനിർദ്ദേശങ്ങളൊക്കെ തയ്യാറാക്കുന്ന ഒരു ബോർഡാണ് അത്. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ തയ്യാറാക്കുന്നത് ഈ ARB ആണ്. ഇതൊരു സെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ആണ് അതിന് രൂപം കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിന് കീഴിൽ വരുന്ന ഒരു ബോർഡാണ്. ലാസ്റ്റ് പോയിന്റിൽ പറയുന്നതേ ലബോറട്ടറി, അതായത് ഇപ്പോ നമ്മൾ ഇതിനോട് ചേർന്നിട്ട് ലബോറട്ടറി ഉണ്ടെങ്കിൽ ആ ലബോറട്ടറി ടോപ്പ് മീൻസ് മുകളിലത്തെ ഫ്ലോറിൽ മുകളിലത്തെ നിലയിലാണെങ്കിൽ അതിന്റെ ഫ്ലോറിന് അത്യാവശ്യം കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. കാരണം ലബോറട്ടറിയിൽ വലിയ വലിയ എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാകുമല്ലോ, അപ്പൊ അതിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ളൊരു ഫ്ലോറിംഗിൽ ഉണ്ടായിരിക്കണം. അത്യാവശ്യം നല്ലൊരു മുകളിലത്തെ നിലയിലാണെങ്കിൽ കട്ടിയുള്ള ഹെവി എക്യുപ്മെന്റ് ഒക്കെ കയറ്റാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം അതിന് താങ്ങാനായിട്ടുള്ളത്. പെനട്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എന്താ, പെനട്രേഷൻ ഓഫ് റേഡിയേഷൻ ഇൻ ദ നിയർ ബൈ ഏരിയ, അതായത് നീരാവിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മീൻസ് ജനലുകൾ അവോയ്ഡ് ചെയ്യുന്നത്, അതായത് മീൻസ് പെനട്രേഷൻ എന്ന് വെച്ചാല് മീൻസ് റേഡിയേഷന്റെ ഉള്ളിൽ നടക്കുന്നത് കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ, സൈഡ് എഫക്ട്സുകളൊക്കെ ഉണ്ടാവുന്നല്ലോ. അതിന് പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് കേട്ടോ, മീൻസ് പുറത്തേക്ക് പോകാതിരിക്കാന്ന്. ഓക്കെ, കെമിക്കലും കാര്യങ്ങളൊക്കെ ആണല്ലോ, മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ്. സൈഡ് എഫക്ട്സ് മറ്റു പല കുഞ്ഞുങ്ങളും കുട്ടികളും അങ്ങനെയെല്ലാം മുതിർന്നവർക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ നമുക്ക് കിട്ടും. സോ അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് പരമാവധി ഒഴിവാക്കുന്നത് കേട്ടോ. കംപ്ലീറ്റ് ചെയ്തോ പോയിന്റ്സുകള്? നെക്സ്റ്റ് നോക്കാം, റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. ഇനി റേഡിയേഷൻ ചെയ്യുമ്പോഴുള്ള പ്രൊട്ടക്ഷൻസുകളാണ് നോക്കുന്നത്. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ഓൾസോ നോൺ ആസ് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ, അതിനെ തന്നെ നമുക്ക് റേഡിയോളജിക്കൽ പ്രൊട്ടക്ഷൻ എന്ന് വിളിക്കാം. is defined by the International Atomic Energy Agency IAEA. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, പഠിക്കണം. International Atomic Energy Agency. International Atomic Energy Agency
in the radiation protection നെ കുറിച്ച് പറയുന്നതാണ്. നോക്കാം. The protection of people from injuries effect of exposure to ionizing radiation and the means for attaching this. എന്താണ് പറയുന്നത്? അതായത് IAEA ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അയോണൈസിംഗ് റേഡിയേഷൻ ആണല്ലോ, റേഡിയോ വികിരണങ്ങളാണ് അവിടെ നടക്കുന്നത്. സോ അയോണൈസിംഗ് റേഡിയേഷനുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതിന്റെ ദോഷകരമായിട്ടുള്ള ഫലങ്ങളിൽ നിന്നും ആളുകളുടെ സംരക്ഷണം, അതിനുള്ള മാർഗങ്ങളും ആളുകളെ സംരക്ഷിക്കാവുന്ന ഇങ്ങനെയുള്ള റേഡിയേഷൻസ്, അയോണൈസിംഗ് റേഡിയേഷനിൽ നിന്നും ജനങ്ങളെ മീൻസ് ഈ പേഷ്യൻസിനെയും മറ്റും ഫലങ്ങളിൽ നിന്നും ആളുകളുടെ സംരക്ഷണം, അതിനുള്ള മാർഗങ്ങൾ, ഇതാണ് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്നതുകൊണ്ട് IAEA അർത്ഥമാക്കുന്നത്. ജസ്റ്റ് അവരൊന്ന് ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഒന്ന് വായിച്ചാൽ മതി. ഇനി പറയുന്നതാണ് നമ്മളുടെ സ്റ്റാഫുകൾക്ക് പറ്റും പ്രൊട്ടക്ഷൻ. അവര് 3 ആയിട്ടാണ് ഈ പ്രൊട്ടക്ഷന് ഈ IAEC പറയാൻ പോകുന്നുള്ളൂ. അതായത് IAEA അതായത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി, അതൊരു ഏജൻസിയാണ്. സോ ആ ഒരു ഏജൻസി എങ്ങനെയാണ്, അതായത് അയോണൈസിംഗ് റേഡിയേഷൻ, അതായത് റേഡിയേഷൻസിൽ അറിയാലോ വികിരണങ്ങൾ, റേഡിയോ വികിരണങ്ങൾ, ഈ റേഡിയോ വികിരണങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതിന്റെ, അത് സ്റ്റാഫുകളുണ്ട്, പേഷ്യൻസ് ഉണ്ട് അല്ലെ, ഈ സമ്പർക്കം പുലർത്തുന്നതിന്റെ ദോഷകരമായിട്ടുള്ള വശങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചില്ല, സൈഡ് എഫക്ട്സുകൾ ഏതൊക്കെയാണെന്ന്. സോ ഈ ദോഷകരമായിട്ടുള്ള വശങ്ങളിൽ നിന്നും ആളുകളെ സംരക്ഷിക്കുന്നതിനുള്ള മാർഗങ്ങൾ, ആ മാർഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, പറയാൻ പോകുന്നുള്ളൂ. അപ്പൊ അതിനുള്ള മാർഗങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, കുറച്ച് ടേമുകളും കാര്യങ്ങളും വരുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും അല്ലെ. കുഴപ്പമില്ല, നമുക്ക് സാവധാനം മനസ്സിലാക്കി പഠിച്ചു പോയാൽ മതി കേട്ടോ. റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ പറയാൻ മനസ്സിലാവാത്തത് പറഞ്ഞുതരാം, അങ്ങനെ ചോദിച്ചോളൂ കേട്ടോ. അപ്പോ നോക്കാം. ആദ്യം ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ അല്ലെ. ഒക്യുപേഷൻ എന്ന് പറയുമ്പോൾ തൊഴിലാളികളെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത്, സ്റ്റാഫുകളുടെ പ്രൊട്ടക്ഷൻ നോക്കാം. അപ്പൊ 3 ടൈപ്പ് ആയിട്ടാണ് അവർ പറയുന്നത്. ആ ഒരു ഏജൻസിയാണ് ഞാൻ പറയുന്നത് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അപ്പൊ അതിൽ നോക്കാം, വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ സർക്കംസ്റ്റൻസസ് where their exposure is directly connected with their work. അവിടെ പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എന്താണ്, തൊഴിലാളികളെ, സ്റ്റാഫുകൾ ഉണ്ടാകുമല്ലോ അവിടെ ആ ഡിപ്പാർട്ട്മെന്റില്. സോ തൊഴിലാളികളെ അവരുടെ ജോലിയുമായിട്ട് നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന സാഹചര്യങ്ങളിൽ അവരെ സംരക്ഷിക്കുന്നതിന്, അതായത് സ്റ്റാഫുകൾക്ക് പ്രൊട്ടക്ഷൻ വേണമെന്ന്, അവരെ സംരക്ഷിക്കണമെന്ന്, അവര് ജോലി ചെയ്യുന്ന ആ ഒരു ടൈമില്, അതായത് എന്തൊക്കെ ചെയ്യാം, നമുക്ക് ഇപ്പൊ PPP ധരിക്കാം അല്ലെ, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് അവർക്ക് സംരക്ഷണം ഉണ്ടായിരിക്കണം. ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അവരെ സംരക്ഷിക്കുക. രണ്ടാമതായിട്ട് പറയുന്നത് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അവിടെ പറയുന്നത് എന്താണ്, പേഷ്യൻസിനെ കുറിച്ചായിരിക്കാം. വിച്ച് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യന്റ് എക്സ്പോസ്ഡ് അല്ലെ, അതായത് പേഷ്യൻസിന്റെ സംരക്ഷണം ടു റേഡിയേഷൻ ആസ് പാർട്ട് ഓഫ് ദെയർ ഡയഗ്നോസിസ് ഓർ ട്രീറ്റ്മെന്റ്. ടെസ്റ്റുകളുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ചികിത്സയുടെ ഭാഗമായിട്ടോ പേഷ്യൻസിനെ സംരക്ഷിക്കണം. അത്യാവശ്യം ഡോസുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ കൈകാര്യം ചെയ്ത് പേഷ്യൻസിനെ സംരക്ഷിക്കുക. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് പബ്ലിക് റേഡിയേഷൻ പ്രൊട്ടക്ഷൻ, പൊതുജനങ്ങൾ എങ്ങനെയാണ്, വിച്ച് ഇസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് ഓഫ് ദ പബ്ലിക് ആൻഡ് ദ പോപ്പുലേഷൻ ഇൻ ജനറൽ അല്ലെ. പൊതുജനങ്ങളിലെ അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ട് അംഗങ്ങളുടെയും പൊതുജനസംഖ്യയുടെയും സംരക്ഷണം. ജനസംഖ്യ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അത്യാവശ്യം നല്ല അളവിലൊക്കെ ഡോസുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടൊക്കെ പേഷ്യൻസിന് കൊടുക്കാന്ന് അല്ലെ, അല്ലെങ്കിൽ പോപ്പുലേഷൻസിൽ കുറവ് വരില്ലേ. സോ അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലായിരിക്കണം. നമ്മള് നേരത്തെ പറഞ്ഞില്ലേ ജനലുകളും വാതിലുകളുടെ ഒക്കെ പ്രത്യേകതകള്. അപ്പൊ അതെല്ലാം ലൊക്കേഷൻ ചെയ്യുമ്പോഴും കൃത്യമായിട്ട് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ലൊക്കേഷൻ ചെയ്യുക. ഇതെല്ലാം പബ്ലിക്കിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ജനലുകളും വാതിലുകളുടെ കാര്യം പറഞ്ഞു, അത്യാവശ്യം വാഷബിൾ ആയിട്ടുള്ളത് വേണം, വെന്റിലേഷൻ സൗകര്യം ഉണ്ടായിരിക്കണം അല്ലെ. അപ്പൊ ഇനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പബ്ലിക്കിന് പ്രൊട്ടക്ഷൻസ് നൽകണം. ഓക്കെ, അപ്പോ ഈ IAEA അതായത് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ആണ് ഈ സംരക്ഷണത്തെ കുറിച്ച്, പ്രൊട്ടക്ഷനെ കുറിച്ചിട്ട് ഈ 3 കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, വാങ്ങിച്ചു നോക്കാം. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അവിടെ ഓൾറെഡി. നിങ്ങൾ കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് പഠിക്കണം കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ് ഫുൾ ഫോമുകള്. എല്ലാ ചാപ്റ്ററുകളിലും ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എന്ന് അറിയാലോ.
എല്ലാ എക്സാമുകൾക്കും നമുക്ക് എക്സ്പാൻഡഡ് ഫോമുകൾ ചോദിക്കാറുണ്ട്. അപ്പൊ ഓരോ ചാപ്റ്ററിൽ ചിലപ്പോൾ ഒരു ചാപ്റ്ററിൽ തന്നെ ഒരു 5 അതിൽ കൂടുതലോ എക്സ്പാൻഡഡ് ഫോമുകൾ വരാറുണ്ട്. സോ അത് പഠിക്കുക. പിന്നെ പ്രത്യേകം നിങ്ങളുടെ ഒരു റഫ് നോട്ടൊക്കെ ഉണ്ടെങ്കിൽ ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിൽ വന്നിരിക്കുന്ന ഈ ഫുൾ ഫോമുകളൊക്കെ ഉണ്ടാവില്ല, എക്സ്പാൻഡഡ് ഫോം, അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതി വെക്കുക. അത് നിങ്ങൾക്ക് ഭാവിയിൽ എന്തായാലും ഉപകരിക്കും, യൂസ്ഫുൾ ആണ്. അത് ഞാൻ എടുക്കുന്ന എല്ലാ ബാച്ചിലും ഞാൻ പറയാറുണ്ട്. കാരണം അല്ലെങ്കിൽ ഒരു സെപ്പറേറ്റ് ഒരു നിങ്ങളുടെ നോട്ട്ബുക്കിലോ റഫ്ബുക്കിലോ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോഴും ആ ചാപ്റ്റർ കഴിയുമ്പോൾ ആ ചാപ്റ്ററിന്റെ പേര് എഴുതിക്കൊണ്ട് അതിൽ വന്നിരിക്കുന്ന ഫുൾ ഫോമുകൾ മാത്രം ഒന്ന് എഴുതി വെക്കുക. എക്സാമിന്റെ ആ ടൈമില് ഒരു 10 മിനിറ്റ് മുന്നെങ്കിലുമായിട്ട് ആ ഫുൾ ഫോമുകൾ ഒന്ന് നോക്കി വെക്കുക. അപ്പൊ ഒരു 10 മാർക്കെങ്കിലും നിങ്ങൾക്ക് എക്സാമിന് അതിൽ നിന്ന് തന്നെ കിട്ടും. ഓക്കെ, പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞെന്നുള്ളതിന്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എഴുതാറുണ്ട്, ഓക്കെ, എഴുതാറുണ്ടെങ്കിൽ നല്ല കാര്യം. കാരണം ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് ഒത്തിരി വരുന്നുണ്ട്. ഇനി എടുക്കാൻ പോകുന്ന ചാപ്റ്ററുകളിലായിട്ടുണ്ടെങ്കിലും എല്ലാ ചാപ്റ്ററുകളിലും അറ്റ്ലീസ്റ്റ് ഒരു 1 or 2 വരാറുണ്ട് അല്ലെ ഒരു ചാപ്റ്ററിലേക്ക്. അപ്പൊ അതൊന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ നല്ലതായിരിക്കും. എക്സാമിന്റെ ആ ലാസ്റ്റ് ടൈമിലെ അതൊന്ന് വായിച്ചാൽ നല്ല കാര്യമായിരിക്കും കേട്ടോ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ, വായിച്ചോളൂ കേട്ടോ. റേഡിയേഷൻ പ്രൊട്ടക്ഷൻ ആണ് നമ്മൾ പറയാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ ഒത്തിരി സൈഡ് എഫക്ട്സുകൾ വരുന്നുണ്ട്. സോ അതിൽ നിന്നും ഒരു പ്രൊട്ടക്ഷനെ കുറിച്ചാണ് പറയുന്നത്. അത് ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി, അതൊരു ബോർഡാണ്, അവരൊരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയാണ് ഈ പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുന്നത്. അവര് 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് പറയുന്നത് ഒക്യുപേഷണൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. അതാണ് പറയുന്നത് സ്റ്റാഫുകൾക്ക് ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫുകൾ, റേഡിയേഷൻസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ നൽകണമെന്ന്. ഏതൊക്കെ രീതിയിൽ നൽകാം? അവർക്ക് പേഴ്സണൽ എക്യുപ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കാം അല്ലെ. അടുത്ത പോയിന്റിൽ വരുന്നുണ്ട് അത് കേട്ടോ, അടുത്ത പോയിന്റ്സിൽ വരുന്നുണ്ട്. ദെൻ രണ്ടാമത് പറയുന്നത് മെഡിക്കൽ റേഡിയേഷൻ പ്രൊട്ടക്ഷൻ. പേഷ്യൻസുകൾക്ക് അവരുടെ ട്രീറ്റ്മെന്റ്സിലും ഡയഗ്നോസിസിലും പ്രൊട്ടക്ഷൻ കൊടുക്കാതെ കൃത്യമായിട്ടുള്ള ഡോസുകളൊക്കെ തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ റേഡിയേഷൻ ആയിട്ടുണ്ടെങ്കിലും അതിന് കറക്റ്റ് ആയിട്ടുള്ള ഡോസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കൃത്യമായിട്ടുള്ള ഡോസുകളൊക്കെ നൽകി പേഷ്യൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക, അതുപോലെ തന്നെ പബ്ലിക്കിനെയും പ്രൊട്ടക്ഷൻ ചെയ്യുക. അങ്ങനെ 3 പേർക്ക് പ്രൊട്ടക്ഷൻ നൽകുക എന്നാണ് ഈ ഒരു ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നത്. ജസ്റ്റ് ഒരു പ്രൊട്ടക്ഷൻ നൽകുക. ഓക്കെ, 3 പേർക്കും, പേഷ്യന്റിനും സ്റ്റാഫിനും അതുപോലെ തന്നെ എന്താണ് പബ്ലിക്കിനും. അത്രേ ഉള്ളൂ, അതിന്റെ കൺസെപ്റ്റ് അത്രയും വരുന്നുള്ളൂ. ഓക്കെ, നമ്മളത് അർത്ഥം ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾക്ക് ചിലപ്പോ പുതിയ പുതിയ ടേമുകളും കാര്യങ്ങളും കാണുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താണ് അതിനുള്ളിലെ കൺസെപ്റ്റ് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് മെഷർ ടു ബി ടേക്കൻ ഫോർ പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം മെഷറുകൾ എടുക്കാം. പിന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞാൽ മതിയല്ലോ. മതിയോ? ഇപ്പൊ തന്നെ എടുത്ത് ബോറായോ? ഇത്രയും മതി അല്ലെ? നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇനി അപ്പോ ഇന്ന് നമ്മൾ വളരെ കുറച്ച് സെക്ഷൻ എടുത്തിട്ടുള്ളൂ. അപ്പോ ഇത് അറിയില്ലാത്തൊരു, നിങ്ങൾക്കും കൂടുതൽ പരിചയമില്ലാത്തൊരു ഏരിയ ആയതുകൊണ്ടാണ് ഞാൻ അത് മാക്സിമം സ്ലോ ചെയ്ത് പറയാനാണ് പോകുന്നത് കേട്ടോ. കാരണം മറ്റു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് കുറച്ച് അറിവുള്ള ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ നമുക്ക് കുറച്ച് നിങ്ങളുടെ അറിവ് വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം. പക്ഷെ ഇത് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ് അല്ലെ. അപ്പോ അതുകൊണ്ട് കൂടുതലായിട്ട് അധികം പെട്ടെന്ന് എടുത്ത് പോകില്ല, മനസ്സിലാക്കി പോയാൽ മതി. ഓക്കെ, നമ്മള് സംശയം വെച്ചിട്ട് പഠിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാൻ പറയുന്നത് ഇടക്ക് കേട്ടോ. എടുത്ത് അത്രയും ക്ലിയർ ആണോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, വായിക്കുന്നുണ്ടോ നിങ്ങള്? ഓരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾ അത് പഠിച്ചു തുടങ്ങുക. ദെൻ ലാസ്റ്റ് ടൈമിലേക്ക് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഓരോ ചാപ്റ്റർ പഠിച്ചു പോവുക കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഫുൾ ഫോമുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി എഴുതാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, പിന്നെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ ടൈം കിട്ടണമെന്നില്ല എങ്കിലും നമുക്ക് എന്തായാലും പഠിക്കണമല്ലോ. അപ്പോ പറ്റുന്ന പോലെ തന്നെ ചെയ്യാം കേട്ടോ. പറ്റുന്ന സമയം കിട്ടുന്നത് പോലെ ഒന്ന് നോട്ട്സ് ഒക്കെ നിങ്ങൾ അതിന് ചെറിയ കുഞ്ഞു നോട്ടൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഓക്കെ, താങ്ക് യു ഓൾ. Okay, thank you, ma'am.